സത്യവിശ്വാസിയുടെ അടയാളം എന്താണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ? നിശാനെ മർദെ മുഅ്മിൻ ബാതു ഗോയം മർഗ് ആമദ് തബസ്സും ബർലബസ്. ആരുടെ ചുണ്ടുകളിലാണോ പുഞ്ചിരി ഉണ്ടാകുന്നത് മരിക്കുമ്പോൾ, അവരാണ് സത്യവിശ്വാസി എന്ന് അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ റഹിമഹുല്ലയുടെ അവസാനത്തെ വരികളാണിത്. അദ്ദേഹം പാടിവെച്ച കവിതകളിൽ അവസാനത്തെ വരികളാണിത്. നിശാനെ മർദെ മുഅ്മിൻ, പേർഷ്യൻ ഭാഷയിലാണ് അദ്ദേഹം പാടുന്നത്. നിശാനെ മർദെ മുഅ്മിൻ ബാതു ഗോയം. മുഅ്മിനായ മനുഷ്യന്റെ അടയാളം ഞാൻ പറഞ്ഞു തരട്ടെയോ? ആരാണ് വിശ്വാസി, ആരാണ് രക്ഷപ്പെട്ടവർ? മർഗ് ആമദ്, മരണമാസന്നമാകുമ്പോൾ തബസ്സും ബർലബസ്, ആരുടെ ചുണ്ടുകളിലാണോ പുഞ്ചിരിയുള്ളത് അവരാണ് സത്യവിശ്വാസി. ആ ഒരു ലക്ഷ്യത്തേക്കുള്ള യാത്രയാണ് എൻ്റെയും നിങ്ങളുടെയും യാത്ര. അതിനിടയിലുള്ള സർവമാന തടസ്സങ്ങളെയും വകഞ്ഞു മാറ്റിയിട്ട് ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി നമ്മൾ ഓടിയില്ലെങ്കിൽ നമ്മുടെ ഈ കഷ്ടപ്പാട് മുഴുവൻ വെറുതെയല്ലേ? വാ ഹുസ്ന വാ ബിലാല, ഷാമിൽ മരണപ്പെടാൻ പോകുന്ന ഹബീബായ നബി തങ്ങളുടെ പ്രിയപ്പെട്ട മുഅദ്ദിനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, അവർ വഫാത്താകുമ്പോൾ ഭാര്യ വിളിച്ചു പറയുകയാണ്, എൻ്റെ ബിലാലേ, അങ്ങയുടെ യാത്ര സഹിക്കാൻ പറ്റുന്നില്ല ബിലാലേ, അങ്ങ് എന്നോട് യാത്ര പറഞ്ഞ് ഖബറിലേക്ക് പോവുകയാണല്ലേ, എന്നോട് യാത്ര പറഞ്ഞ് ഖബറിന്റെ ഉള്ളിലേക്ക് പോകുന്ന ഈ ഒരു യാത്ര എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല ബിലാലേ എന്ന് പറഞ്ഞ് വാ ഖർബ വാ അലമാ വാ ബിലാല എന്ന് പറഞ്ഞ് ഭാര്യ നിലവിളിക്കുമ്പോൾ സംസാരിക്കാനുള്ള ശേഷി നിലച്ചിട്ടില്ലാത്ത ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കുകൾ ഓർമ്മയുണ്ടോ? വാ തുറബാ, ആനന്ദമേ ആനന്ദമേ, സന്തോഷമേ സന്തോഷമേ, ഗദൻ അൽഖൽ അഹിബ്ബ മുഹമ്മദൻ വസ്വഹബ, നാളെയല്ലയോ ഞാൻ എൻ്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അവിടുത്തെ സ്വഹാബുകളെയും കാണാൻ പോകുന്നത്. ഞാൻ നാളെ അവരെയല്ലേ കാണാൻ പോകുന്നത്. അവരെയൊക്കെ ഇവിടെ പറഞ്ഞിട്ട് എത്ര വർഷങ്ങളായി. എൻ്റെ കൂട്ടുകാർ ഉഹദിലും ഐന് മഊനയിലും ഖന്തഖിലും ഹുനൈനിലും തബൂക്കിലും യമാമയിലും യർമൂക്കിലും എന്നോട് യാത്ര പറഞ്ഞ എൻ്റെ കൂട്ടുകാരെ ഞാൻ കാണാൻ പോകുന്നത് നാളെയാണ് പെണ്ണേ. എൻ്റെ ഹബീബിനെ ഞാൻ നാളെ കാണും. നാളെ ഖബറിലേക്ക് എത്തിയാൽ ഹബീബിനെ ഞാൻ കാണും. ആ യാത്രക്കാണ് ഞാൻ പോകുന്നത്. നീ എന്തിനാണ് കരയുന്നത്? നിനക്ക് വിഷമാണല്ലേ? എന്നാൽ എനിക്കിത് ആനന്ദമാണ്, എനിക്കിത് സന്തോഷമാണ് എന്ന് പറഞ്ഞ് കലിമ ചൊല്ലിയ സ്വഹാബിയാണ് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. ഇത് വിജയമാണ്. ഇതിൻ്റെ പേരാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. ആ ഒരു പോയിന്റിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നിടത്താണ് ഞാനും നിങ്ങളും രക്ഷപ്പെടുന്നത്. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണേ റബ്ബേ, തൗഫീഖ് നൽകണേ തമ്പുരാനേ. جبلت على قدر وأنت تريدها صفوا من الأقدار والأكدار ومكلف الأيام ضد طباعها متطلب في الماء جذوة نار وإذا رجوت المستحيل فإنما تبني الرجاء على شفير هاري فقضوا مآربكم عجالا إنما أعماركم سفر من الأسفار. പ്രായപൂർത്തി ആയിക്കഴിഞ്ഞാൽ എപ്പോഴും പ്രതീക്ഷിക്കേണ്ട ഒരു ഒരുക്കമാണ് മരണത്തിന് വേണ്ടിയുള്ള ഒരുക്കം. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം തന്നെ ഒരു കൊച്ചു യാത്രയല്ലയോ? ആ യാത്രയിൽ പ്രയാസങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. ഒരു പ്രയാസവും ഉണ്ടാവാതെ ജീവിക്കണം എന്ന് പറയുന്നത് അതൊരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് സാധ്യമല്ലാത്തത് ചോദിക്കല്ലേ എന്നാണ് കവി പറയുന്നത്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളിൽ അനസ് ഇബ്നു മാലിക് എന്ന സ്വഹാബിയെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അനസ് ഇബ്നു മാലിക്
പുണ്യനബി തങ്ങൾക്ക് 10 വർഷം സേവനം ചെയ്ത സ്വഹാബിയാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു റിവായത്തുണ്ട് സ്വഹീഹുൽ ബുഖാരിയിൽ. സരിയത്തുൽ ഖുറാ എന്ന് പറയുന്ന 70ഓളം ഹാഫിളീങ്ങളെ നബി തങ്ങൾ ചില ഗോത്രക്കാർക്ക് ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയച്ച ഒരു സംഭവം. സരിയത്തുൽ ഖുറാ അങ്ങനെയാണ് അതറിയപ്പെടുന്നത്. ദീർഘമായ ഹദീസാണ്. ആ സ്വഹാബികളിൽ 70ഓളം ആളുകൾ, 70 ഹാഫിളീങ്ങളിൽ അനസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അമ്മാവനായിരുന്ന ഹറാം ഇബ്നു മിൽഹാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്. ഹറാം ഇബ്നു മിൽഹാൻ റളിയല്ലാഹു അൻഹു പുണ്യ നബിയോട് വന്ന്, ഈ ഗോത്രക്കാർ വന്ന് നബിയോട് പറഞ്ഞതാണ്, നബിയെ, അവർ കളവായിരുന്നു നബിയോട് പറഞ്ഞത്, വഞ്ചനയായിരുന്നു അത്. പുണ്യ നബിയോട് പറഞ്ഞു, ഞങ്ങൾക്ക് ദീൻ പഠിപ്പിക്കാൻ ചില ആളുകളെ അങ്ങ് പറഞ്ഞേക്കണം, ഞങ്ങൾക്ക് ദീൻ പഠിക്കാൻ താല്പര്യമുണ്ട്. അത് വലിയൊരു കോൺസ്പിറസിയുടെ ഭാഗമായിരുന്നു. അള്ളാഹുവിൻ്റെ ഹബീബ് അവരുടെ പ്രത്യക്ഷമായ ചോദ്യത്തിന് മറുപടിയായി 70ഓളം സഹാബിമാരെ ഹാഫിളീങ്ങളെ പറഞ്ഞയച്ചു ഖുർആൻ പഠിപ്പിക്കാൻ, ദീൻ പഠിപ്പിക്കാൻ. അവർ മരുഭൂമിയിലേക്ക് എത്തി നിൽക്കുമ്പോൾ അവർ ക്യാമ്പ് ചെയ്തു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വല്ലതും പഠിപ്പിച്ചു തരണമേ. ഹാഫിളായ സ്വഹാബിയായ ഹറാം ഇബ്നു മിൽഹാൻ റളിയല്ലാഹു അൻഹു അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മയുടെ സഹോദരനാണ്. അനസ് തങ്ങളുടെ അമ്മാവനാണ്. ഹറാം ഇബ്നു മിൽഹാൻ റളിയല്ലാഹു അൻഹു അവർക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അതിൽപ്പെട്ട ഒരാൾ മറ്റൊരാളോട് കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുന്നു. ആ ആംഗ്യം മറ്റൊരു നബിയെ പോയി കുത്തി പരിക്കേൽപ്പിക്കണമെന്നാണ് കൊന്നുകളയണമെന്ന സൂചന. അത് ചെയ്തത് ജബ്ബാർ ഇബ്നു സൽമ എന്ന് പറയുന്ന മനുഷ്യനാണ്. ജബ്ബാർ ഇബ്നു അബീ സൽമ ഒരു ചാട്ടുളി ഉണ്ടായിരുന്നു കയ്യിൽ. മുമ്പ് വഹ്ശി എന്ന ഹിന്ദ് എന്ന അബൂ സുഫിയാൻ എന്നവരുടെ ഭാര്യയുടെ അടിമയായിരുന്ന വഹ്ശിയോട് ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ പറഞ്ഞപ്പോൾ അതിന് പ്രതിഫലമായി നിനക്ക് സ്വാതന്ത്ര്യം തരാമെന്ന് വാഗ്ദാനം ചെയ്തപ്പോൾ വഹ്ശി ഒരു ചാട്ടുളി കൊണ്ടാണ് ഹംസ തങ്ങളെ എറിഞ്ഞത്. ചരിത്രം അങ്ങനെയാണ്. വഹ്ശിയും മുസ്ലിമായി, ഹിന്ദ് എന്നവരും മുസ്ലിമത്തായി, അബൂ സുഫിയാൻ എന്നവരും മുസ്ലിമായി, റിളവാനുല്ലാഹി അലൈഹിം അജ്മഈൻ അവരൊക്കെ പിന്നെ സ്വഹാബികളായി മാറി എന്നത് മറ്റൊരു ചരിത്രം. മഹാനായ ഹറാം ഇബ്നു മിൽഹാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ സംഭവം അത്ഭുതപ്പെട്ടു പോകുന്ന രംഗം മുഅ്മിനേ. മഹാനായ ഹറാം ഇബ്നു മിൽഹാൻ തങ്ങളുടെ നെഞ്ചിലൂടെ മൂർച്ചയേറിയൊരു ചാട്ടുളി വന്ന് കടന്നു കയറുകയാണ്. നേരെ പുറത്തു വന്നു. ഹാർട്ടിനങ്ങ്, ബോഡിക്കങ്ങ് ഹോളായിപ്പോയി. ശരീരമങ്ങ് തുളച്ചു കയറി. അത് വിട്ടത് ജബ്ബാർ ഇബ്നു അബീ സൽമ എന്ന് പറയുന്ന മനുഷ്യനാണ്. അദ്ദേഹം പിന്നീട് മുസ്ലിമായി എന്നത് മറ്റൊരു ചരിത്രം. ജബ്ബാർ ഇബ്നു അബീ സൽമ ഈ ഹറാം ഇബ്നു മിൽഹാൻ എന്ന അവരുടെ നേതാവിനെ, 70ഓളം സ്വഹാബിമാരുടെ നേതാവിനെയാണ് വഴിയിൽ വെച്ച് കൊന്നുകളഞ്ഞത്. ആ കുത്തേറ്റപ്പോ ദ്വാരമുണ്ടായി. ചോര ഇങ്ങനെ പമ്പ ചെയ്ത് തിരിച്ചു വരുമ്പോൾ പുറത്തേക്ക് തെറിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്വഹാബി മരണം ഉറപ്പിച്ചു നിൽക്കുന്ന ഈ മഹാൻ ചെയ്ത പണി എന്താണെന്നറിയുമോ? ആ 2 കൈകളും നെഞ്ചിനോട് ചേർത്ത് വെച്ച് ചോര മുഴുവനും കയ്യിൽ നിറയുമ്പോഴേക്കും തലയിലേക്ക് വാരി ഒഴിക്കുന്നു. എന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, ഫുസ്തു വറബ്ബിൽ കഅബ, കഅബയുടെ റബ്ബിനെ തന്നെയാണ് സത്യം, ഞാൻ ജയിച്ചു. കഅബയുടെ റബ്ബായ അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഞാൻ ജയിച്ചു. ഫുസ്തു വറബ്ബിൽ കഅബ. ജബ്ബാർ ഇബ്നു അബീ സലമ തെരിച്ചുപോയി. ഇങ്ങനെ മരിക്കുന്ന ഒരാള് പറയാ ഞാൻ ജയിച്ചു എന്ന്, ഇയാളെ പരാജയപ്പെട്ടു എന്നല്ലേ പറയേണ്ടത്? ആ ചോര കയ്യിലേക്ക് വാരിയെടുത്തിട്ട് മഹാൻ പറഞ്ഞു, അല്ലാഹു അക്ബർ, ഫുസ്തു വറബ്ബിൽ കഅബ. അല്ലാഹുവേ, നീ എത്ര വലിയവനാണ്, കഅബയുടെ റബ്ബേ. ഫുസ്തു, ഞാൻ രക്ഷപ്പെട്ടു, ഞാൻ വിജയിച്ചു. ഇത് നാടകം അഭിനയിക്കുന്ന നേരമല്ല എന്ന് മനസ്സിലാക്കണം. ഇത് സിനിമയുടെ ഒരു അനുഭവമല്ല എന്നറിയണം. ഇത് യഥാർത്ഥത്തിൽ മരണത്തെ മുന്നിൽ കാണുമ്പോൾ നെഞ്ചിന് തുളയുണ്ടായി രക്തം ചീറ്റി വരുമ്പോൾ ആ സ്വന്തം ചോര കയ്യിലെടുത്ത് ദേഹത്തെ കൊടിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകൾ, ഫുസ്തു അല്ലാഹു അക്ബർ, ഫുസ്തു റബ്ബിൽ കഅബ.
ജബ്ബാർ ഇബ്നു അബീ സലമ എന്ന ആ ഘാതകന്റെ മനസ്സിലേക്ക് ഈ വാക്കുകൾ ഇരച്ചു കയറി. എന്താണ് ഇയാൾ പറയുന്നത്? ഞാൻ വിജയിച്ചു എന്നോ? എന്താണ് ഇയാളുടെ വിശ്വാസം? എന്താണ് ഇയാൾ ചിന്തിക്കുന്നത്? താൻ വിജയിച്ചു എന്ന് പറയണമെങ്കിൽ അതിൻ്റെ ചില പ്രൂഫുകൾ അയാൾ കണ്ടിരിക്കണമല്ലോ. മരണമാസന്നമാകുമ്പോൾ മാലാഖമാരെ കാണും എന്നത് സത്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. വിശുദ്ധ ഖുർആനാണ് പറഞ്ഞത്. മാലാഖമാർ സ്വർഗം കാണിച്ചു കൊടുത്തുകൊണ്ടാണ് സത്യവിശ്വാസികളെ കൊണ്ടുപോകുന്നത്. ആ സ്വർഗം കണ്ടുകൊണ്ട് തന്നെയാണ് ഫുസ്തു റബ്ബിൽ കഅബ, റബ്ബിന്റെ അല്ലാഹുവിന്റെ നാമം തന്നെ സത്യം, കഅബാലയത്തിന്റെ ഉടമസ്ഥനെ തന്നെയാണ് സത്യം. ഞാൻ വിജയിച്ചു, ഞാൻ വിജയിച്ചു, ഞാൻ വിജയിച്ചു എന്ന് പറഞ്ഞ് താഴേക്ക് വീണ് ഷഹീദാവുകയാണ് ഹറാം ഇബ്നു മിൽഹാൻ റളിയല്ലാഹു അൻഹു. ആ ഒരു വാക്കാണ് ജബ്ബാർ ഇബ്നു അബീ സലമയെ മുസ്ലിമാവാൻ പ്രേരിപ്പിച്ചത്. അദ്ദേഹം ഉടനെ ചൊല്ലി, ഇങ്ങനെയുണ്ടോ ഒരു മതം? ഇങ്ങനെയുണ്ടോ അനുയായികൾ? മരണത്തെ പുല്ലുപോലെ കാണുന്നവർ, മരണമെന്നത് ഈ ലോകത്തിന്റെ ഒരു അന്ത്യമല്ലെന്നും അടുത്ത ഒരു ലോകത്തിന്റെ ആരംഭമാണെന്നും കാണുന്ന ഈ വിഭാഗം, അവരുടെ വിശ്വാസം എത്ര മനോഹരമാണ്. ഗസയിലെ പിഞ്ചു പൈതങ്ങളുടെ ഈമാനിന്റെ 1000-1 നമുക്ക് കിട്ടിയെങ്കിലെന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. അവരുടെ ഈമാനിന്റെ ഒരു കരുത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ? പിഞ്ചു മക്കളുടെ വിശ്വാസം എത്രയാണ്. തലയുടെ മുകളിലേക്ക് ബോംബ് വന്ന് വീഴുമോ എന്ന് പേടിച്ചിരിക്കുന്ന രംഗത്ത് പോലും തസ്ബീഹ് ചൊല്ലി മരണം സ്വീകരിക്കാൻ കൈകളിൽ പേരെഴുതി വെച്ച് കാത്തിരിക്കുന്ന പിഞ്ചു മക്കളെ നമ്മൾ കാണുന്നത്. ഈമാൻ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങുമ്പോൾ മരണം ഒരു ജീവിതത്തിന്റെ അന്ത്യമാണെന്നല്ല, ഇത് വലിയൊരു ജീവിതത്തിന്റെ ആരംഭമാണ് എന്ന് തിരിച്ചറിയാൻ മനുഷ്യന് കഴിയും. അപ്പൊ പിന്നെ മരിക്കുന്ന വിഷയത്തെ സംബന്ധിച്ച് വെപ്രാളപ്പെട്ട് ഡിപ്രഷൻ അടിച്ച് ഗുളിക കുടിച്ച് ടെൻഷൻ അടിച്ച് കരഞ്ഞ് കണ്ണുനീർ കുതിത്ത് എന്തിന്? ആ ഒരു യാത്രക്ക് ഒരുങ്ങുക മാത്രമേ നമ്മുടെ മുമ്പിൽ രക്ഷയുള്ളൂ. ആ ഒരു യാത്രക്ക് വേണ്ടി ഒരുങ്ങേണ്ടവരാണ് നമ്മൾ. ആ യാത്രക്ക് പാക്കിംഗ് തുടങ്ങിക്കഴിയുക, ആ യാത്രക്ക് വേണ്ടിയുള്ള പാഥേയങ്ങൾ ഒരുക്കി കൊടുക്കുക. അള്ളാഹു എന്താണോ നമ്മളോട് ചെയ്യാൻ പറഞ്ഞത് ചെയ്യുകയും അരുതെന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കുകയും ചെയ്തുകൊണ്ട് ഒരുങ്ങുക. അറിയുമോ, ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, നമ്മുടെ മദ്ഹബിന്റെ ഇമാം, മഹാൻ ഒരു കവിയായിരുന്നു, പണ്ഡിതനായിരുന്നു. ഭാഷയിലെ ഹുജ്ജത്താണ് ഇമാം ശാഫിഈ തങ്ങളെ. വലൗല അശ്ശിഅറു ബിൽ ഉലമാഇ യസിരി ലകുൻതുൽ യൗമ അശ്അറ മിൻ ലബീദി. പണ്ഡിതന്മാർക്ക് കവിത ചൊല്ലുന്നത് മോശമായതുകൊണ്ടാണ്, അല്ലായിരുന്നുവെങ്കിൽ കഴിഞ്ഞ കാലം കണ്ട ഏറ്റവും വലിയ കവിയായി ലബീദിനെക്കാളും വലിയ കവിയായി ഞാൻ മാറുമായിരുന്നു എന്ന് പറഞ്ഞ ഇമാമാണ് ഇമാമുന ശാഫിഈ തങ്ങൾ. മരണമാസന്നമാകുമ്പോൾ ചില വരികൾ പാടിയിട്ടുണ്ട് ഇമാം ശാഫിഈ തങ്ങൾ. ഈജിപ്തിലാണ് അവർ അന്ത്യവിശ്രമം കൊള്ളുന്നത്, കൈറോ നഗരത്തിൽ. വലമ്മാ ഖസാ ഖൽബി വളാഖത് മദാഹിബി. ഞാൻ ആലോചിക്കുക, ഇങ്ങനെ മനോഹരമായിട്ടൊക്കെ എങ്ങനെ കവിത പ്രാസമൊപ്പിച്ച് പാടാൻ കഴിഞ്ഞു മരണമാസന്നമാകുമ്പോൾ. അവരുടെ മക്കളെക്കുറിച്ച് ആലോചിച്ചോ? വീടിനെക്കുറിച്ച്, കച്ചവടത്തെക്കുറിച്ച്, മക്കൾ യതീമാകുന്നതിനെക്കുറിച്ച്, ഭാര്യ വിധവയാകുന്നതിനെക്കുറിച്ച് ഒരു വേവലാതിപ്പെടലല്ല, അവരുടെ യാത്രയുടെ ലക്ഷ്യം വിളിച്ചു പറയുന്ന ചില വരികൾ. ഇത് ജീവിതത്തിൻ്റെ ഒരു മാസ്റ്റർ പീസാണ് ഇമാം ശാഫിഈ തങ്ങൾ നമുക്ക് നൽകുന്നത്. കുറച്ച് നീണ്ട കവിതയാണ്, ആശയം ചുരുക്കി പറയാം. ولما قسى قلبي وضاقت مذاهبي جعلت الرجاء مني لعفوك سلما تعاظمني ذنبي فلما قرنته بعفوك ربي كان عفوك أعظما فما زلت غفارا عن الذنب لم تزل تجود وتعفو منة وتكرما وصفيك آدم عليه السلام فلله ذر العارف الندب إنه يفيض لفرط الوجد أجفانه دما يقيم إذا ما الليل قد مضى ظلامه على نفسه من شدة الخوف مأتما. വളരെ മനോഹരമായ ആശയം.
വലമ്മാ ഖസാ ഖൽബി, അല്ലാഹുവേ എൻ്റെ ഹൃദയം കടുത്തുപോയപ്പോൾ, ഹൃദയത്തിൽ കരുണയില്ലാതെയായപ്പോൾ, ഹൃദയം നിസ്കരിക്കാനും ഖുർആൻ ഓതാനും ദിക്ർ ചൊല്ലാനും ഹൃദയത്തിന് മടി വന്നു തുടങ്ങിയപ്പോൾ, വളാഖത് മദാഹിബി, എൻ്റെ മുമ്പിലുള്ള വഴികളെല്ലാം എൻ്റെ മുമ്പിൽ അടഞ്ഞു കഴിഞ്ഞു റബ്ബേ, ഇനി ഒരു തിരിച്ചു പോക്കില്ല. ഈ ബെഡ്റൂമിൽ നിന്ന്, ICUവിൽ നിന്ന്, ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ നിന്ന് ഇനി പുറത്തേക്ക് എന്നെ കൊണ്ടുപോകുന്നത് മയ്യിത്തായിട്ടായിരിക്കും റബ്ബേ. ഇനി ഒരു എഴുന്നേറ്റ് നടക്കൽ എനിക്കില്ല എന്ന് തോന്നുന്ന ഒരു രോഗിയുടെ മനസ്സൊന്ന് ഓർത്തു നോക്കി. അല്ലാഹുവേ, അങ്ങനെ വന്നപ്പോൾ ജഅൽതു റജാ മിന്നീ ലിഅഫ്വിക സുല്ലമാ, നീ മാപ്പ് തരുന്നു എന്ന് പറയുന്ന നിന്റെ മാപ്പ്, അതിലേക്ക് കയറി പിടിക്കാനുള്ള കോവണി നിന്നോടുള്ള പ്രതീക്ഷയാണ് റബ്ബേ. നിന്നോടുള്ള പ്രതീക്ഷയിൽ ഞാൻ മാപ്പ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കഴിഞ്ഞോട്ടെ റബ്ബേ. ഞാനിതാ നിന്നിലേക്ക് യാത്രയാവുകയാണ്. ഒന്നും ഇനി തിരിച്ചു പോകാനില്ല, ഒരു തിരിച്ചുപോക്ക് സാധ്യമല്ല റബ്ബേ. നിനക്ക് മാപ്പ് നൽകണേ. തഅളമനി ദംബി ഫലമ്മാ ഖറൻതുഹു, എൻ്റെ പാപങ്ങൾ ഒരുപാടുണ്ട് റബ്ബേ. ആ പാപങ്ങളെ ബിഅഫ്വിക റബ്ബി കാന അഫൂക അളമാ, എൻ്റെ പാപങ്ങൾ എത്ര വലുതാണെങ്കിലും നീ തരുന്ന മാപ്പിനോട് എൻ്റെ പാപങ്ങളെ തുലനം ചെയ്തു നോക്കുമ്പോൾ നിന്റെ മാപ്പ് എത്ര വലുതാണ് റബ്ബേ. എൻ്റെ പോലും ക്ഷമിക്കുന്നുവല്ലോ റബ്ബേ, എനിക്ക് മാപ്പ് നൽകണമേ. പ്രിയപ്പെട്ട ജനങ്ങളെ, നമ്മൾ ആരോടെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ മാപ്പാക്കണമെന്ന് മനുഷ്യരോട് പറയാറില്ലേ? സോറി എന്ന് പറയാറില്ലേ? എനിക്ക് പുറത്തു തരണമെന്ന് പറയാറില്ലേ? തെറ്റു പറ്റിപ്പോയി എന്ന് പറയാറില്ലയോ? എന്നാൽ അള്ളാഹുവിനോട് എത്ര തവണ നമ്മളിത് പറയാൻ കടപ്പെട്ടവരാണ്. ഇത് ഒരു ക്ലൻസിങ് പ്രോസസ്സാണ്. ഓരോ ദിവസവും ഒരു പാപം പോലും ചെയ്യാത്ത പുണ്യനിബിതങ്ങൾ 70ഓളം തവണ അസ്തഗ്ഫിറുല്ലാഹൽ അസീം, അസ്തഗ്ഫിറുല്ലാഹൽ അസീം, അസ്തഗ്ഫിറുല്ലാഹൽ അസീം, അസ്തഗ്ഫിറുല്ലാഹൽ അസീം. മഹോന്നതനായ റബ്ബേ, മാപ്പാക്കണേ, പുറത്തു തരണേ, മാപ്പ് തരണേ എന്ന് ചോദിക്കുന്നത് നമ്മുടെ റസൂൽ, നമ്മുടെ ഹബീബാണെങ്കിലോ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നബിയുൽ മഅസൂം. അമ്പിയാക്കന്മാർ മുഴുവനും പാപസുരക്ഷിതരാണ്, അവരിൽ നിന്ന് പാപങ്ങൾ ഉണ്ടാവില്ല. ആ പുണ്യനബി 70 തവണ പുറത്തു തരണേ റബ്ബേ എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര തവണ ചൊല്ലണം അത്? അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ടു നടക്കേണ്ട ദിക്റാണ് അസ്തഗ്ഫിറുല്ലാഹൽ അസീം, അസ്തഗ്ഫിറുല്ലാഹൽ അസീം. മാപ്പ് തരണേ റബ്ബേ, മാപ്പ് തരണേ റബ്ബേ, മാപ്പാക്കണേ പടച്ചവനെ, മാപ്പാക്കണേ എന്ന് നാവുകൊണ്ട് നനയണം, ചൊല്ലിക്കൊണ്ടിരിക്കണം. ഇത് നമ്മുടെ ഹൃദയങ്ങളെ കഴുകുന്നതാണ്. ഫമാസിൽ തഗഫാറൻ അനിദ്ദംബി ലം തസൽ തജൂദു വതഅഫു മിന്നതൻ വതകറുമാ. അല്ലാഹുവേ, നീ ഇപ്പോഴും മാപ്പ് നൽകുന്നുവല്ലോ, ഇപ്പോഴും നീ പുറത്തു നൽകുന്നുവല്ലോ, അതുകൊണ്ട് റബ്ബേ എനിക്ക് പുറത്തു തരേണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളിൽ ഹബീബായ നബി തങ്ങൾ ആലിമു ഖുറൈശിൻ യംനഉ തിബാഖ, ലോകത്തിന്റെ മുക്കുമൂലകളിൽ ഇൽമു കൊണ്ട് നിറക്കാൻ പോകുന്ന ഒരു പണ്ഡിതൻ എൻ്റെ ഖുറൈശി തറവാട്ടിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞത് ഇമാം ഷാഫിഈ തങ്ങളെ കുറിച്ചാണ് എന്ന് പോലും പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ച ഇമാം അവറുകൾ. അതുകൊണ്ട് അല്ലാഹുവിനോട് ചോദിക്കുക, റബ്ബേ മാപ്പ് നൽകണേ, അല്ലാഹുവേ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ, പുറത്തു നൽകണേ. റബ്ബിന്റെ മുമ്പിൽ തല താഴ്ത്തുന്നത് അഭിമാനമാണ് എന്ന് മനസ്സിലാക്കണം. അള്ളാഹുവിനോട് പുറത്തു തരണേ എന്ന് യാചിക്കുന്നത് നമ്മുടെ ഏറ്റവും വലിയ ആനന്ദമാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ ദാരിദ്ര്യത്തോടെ നമ്മൾ യാചിക്കുന്നത് അതാണ് നമ്മുടെ സമ്പന്നത എന്നറിയണം. പടച്ചവന്റെ മുമ്പിൽ നമ്മൾ ആരുമല്ലാതായി നിൽക്കുന്നത് അതാണ് നമ്മുടെ അസ്തിത്വം എന്ന് തിരിച്ചറിയണം. അള്ളാഹുവിന്റെ മുമ്പിലല്ലാതെ ആരുടെ മുമ്പിലാണ് നമുക്ക് തലകുനിക്കാനുള്ളത്? പടച്ച തമ്പുരാനോട് ഈ ചെറിയൊരു ജീവിതത്തിന് എത്ര നന്ദി പറയേണ്ടവരാണ് നമ്മൾ. എത്രയെല്ലാം പ്രയാസങ്ങളിലൂടെ കടന്നുപോയാലും, ജീവിതം ഇങ്ങനെ പ്രയാസത്തിലൂടെ കടന്നുപോയാലും, നാളെ സ്വർഗത്തിലേക്കൊന്ന് മുക്കിയെടുത്താൽ ഭൂമിയിൽ അനുഭവിച്ച ഒരു ദുഃഖവും ഓർമ്മ വരില്ലത്രേ. പടച്ചവനെ ഓർക്കാതെ ജീവിച്ച ഒരു മനുഷ്യൻ എത്രയൊക്കെ സുഖ സൗകര്യങ്ങൾ ആസ്വദിച്ചാലും നരകത്തിലൊന്ന് മുക്കിയെടുത്താൽ ദുന്യാവിലെ എല്ലാ സൗകര്യങ്ങളും
മറന്നുപോകുമെന്ന് പഠിപ്പിച്ചതും പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉഹദ് യുദ്ധം കഴിഞ്ഞപ്പോൾ 70ഓളം സ്വഹാബിമാർ ഉഹദിൽ ഷഹീദായി കിടക്കുന്നു. അവരുടെ നേതാവാണ് ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു. ആ സ്വഹാബികൾ മണ്ണ് പുരണ്ട് കിടക്കുമ്പോൾ അവരിലേക്ക് നോക്കി തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, വദിത്തു അന്നീ ഊദിർതു മഅ അസ്ഹാബി ബിഹസ്നിൽ ജബൽ. വദിത്തു ലൗ ഊദിർതു മഅ അസ്ഹാബി ബിഹസ്നിൽ ജബൽ. ഞാൻ കൊതിച്ചു പോവുകയാണ്, എൻ്റെ അനുയായികൾ മണ്ണ് പുരണ്ട് ഈ കിടക്കുന്ന കിടത്തത്തിലൂടെ പരലോക യാത്ര തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അവരോടൊപ്പം ഞാനും ഈ മലയുടെ താഴ്വാരങ്ങളിൽ മറവ് ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചുപോയി എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ? അത് ജീവിതത്തിൻ്റെ ഒരു ധർമ്മം നിർവഹിച്ച യാത്രയാണ്, സത്യത്തിന് നിലകൊണ്ട ഒരു യാത്രയാണ്, ജീവിതത്തിന് മൂല്യമുണ്ടായ ഒരു യാത്രയാണത്, ജീവിതത്തിൻ്റെ മൂല്യം ലോകത്തിന് കാണിച്ചു കൊടുത്തതിന് ശേഷമുള്ള യാത്രയാണത്. അർത്ഥവത്തായ ഒരു ജീവിതമായിരുന്നു ആ സ്വഹാബിമാർ കാഴ്ചവെച്ചത്. വദിത്തു, ഞാൻ കൊതിച്ചു പോകുന്നു, അന്നീ ഊദിർതു മഅ അസ്ഹാബി ബിഹസ്നിൽ ജബൽ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തബൂക്കിലെ ഒരു അനുഭവം പറയുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തബൂക്ക് പുണ്യ നബി തങ്ങൾ നോർത്തിലേക്ക്, സൗദി അറേബ്യയുടെ നോർത്തിലേക്ക്, ജോർഡാൻ ഭാഗത്തേക്ക് യാത്ര ചെയ്ത തബൂക്ക്. ഇന്നും തബൂക്ക് വലിയൊരു നഗരിയാണ്, ഒരുപാട് മലയാളികളുള്ള നഗരി. അവിടെ KMCC ഉണ്ട്, അവിടെ നമ്മുടെ സംഘടനകളുണ്ട്, നമ്മുടെ പ്രവർത്തകരൊക്കെ ഉണ്ട്. വെള്ളമില്ലായിരുന്നു. ഹബീബ് പറഞ്ഞു സ്വഹാബികളോട്, മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുവിനോടാണെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അബൂദറേ, നിങ്ങൾക്ക് അല്ലാഹു ആയുസ് നൽകുകയാണെങ്കിൽ ഈ തബൂക്ക് പച്ച നിറമുള്ളതായിട്ട് കൃഷിയിടങ്ങളുള്ള നാടായിട്ട് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇന്ന് തബൂക്കിൽ പോയി നോക്കി, തക്കാളി കൃഷി മുതൽ ഗോതമ്പ് കൃഷി മുതൽ വെജിറ്റബിൾസിൻ്റെ ഒരു പിടി സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യാൻ മാത്രമുള്ള ക്വാണ്ടിറ്റി കൃഷി ചെയ്യപ്പെടുന്ന സ്ഥലമാണ് ഇന്ന് തബൂക്ക്. അവിടെ എഴുതി വെച്ചിട്ടുണ്ടത്. ഞാൻ അവിടുത്തെ കോട്ടയിൽ സന്ദർശിച്ചിരുന്നു. അവിടെ പുണ്യനബിയുടെ ഹദീസുണ്ട്. ഇത് ഹബീബ് പറഞ്ഞ വാക്കിൻ്റെ പുലർച്ചയാണ്. ഇന്നവിടെ ശുദ്ധജല സ്രോതസ്സുകളുണ്ട്. നല്ല വലിയ 2 കമ്പനികളുണ്ട് അവിടെ. ഞാൻ മറന്നുപോയി അതിൻ്റെ പേര്. 2 വലിയ കമ്പനികൾ, അവിടുത്തെ വലിയ ഫാമിങ് അവരാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. പുണ്യനബി തങ്ങൾ പറഞ്ഞ ആ ഒരു നാട്, നിങ്ങൾക്ക് ആയുസ് അള്ളാഹു നീട്ടിത്തരികയാണെങ്കിൽ ഈ തബൂക്ക് പച്ച നിറമുള്ള നാടായി മാറുന്നത്, കൃഷിയിടങ്ങളുടെ നാടായി മാറുന്നത് അബൂദർറെ നിങ്ങൾക്ക് കാണാൻ കഴിയും. സുബ്ഹാനല്ലാഹ്. തബൂക്കിലേക്ക് പുണ്യനബി തങ്ങൾ പോകുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ യുദ്ധം നടന്നു. തബൂക്കിലേക്ക് പോയി അവിടുന്ന് തുർക്കിയുടെ ഭാഗം, തുർക്കിക്കാണെന്ന് റോം എന്ന് പറയാം, റോമിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു സ്റ്റാക്ക് അവിടെ ഉണ്ട് എന്ന ഒരു ന്യൂസ് കിട്ടിയതനുസരിച്ച് പോയതാണ്. അങ്ങനെ ആ സൈന്യം പിന്മാറിയപ്പോൾ അവർ തിരിച്ചു പോരുകയാണ്. പക്ഷേ ആ യാത്ര വലിയ ദുർഘടമായ യാത്രയായിരുന്നു. ഒരുപാട് സ്വഹാബിമാർ പട്ടിണി കിടന്ന് മരിച്ചു പോയിട്ടുണ്ട് ആ യാത്രയിൽ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാ, ഞങ്ങൾ തബൂക്കിലേക്ക് എത്തിയപ്പോൾ ഞങ്ങളുടെ സൈന്യത്തിൻ്റെ ക്യാമ്പ് ചെയ്ത ഒരു ഭാഗത്ത് തീ കത്തിക്കുന്നത് ഞാൻ കണ്ടു. ആ തീ എന്താണെന്നറിയില്ല. ഞാൻ ആ തീയിൻ്റെ അരികത്തേക്ക് നടന്നു ചെന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ ഫഇദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ തീയിൻ്റെ അരികത്ത് പുണ്യനബി തങ്ങൾ ഇരിക്കുന്നുണ്ട്. അബൂബക്കറിൻ വഉമർ, അബൂബക്കർ എന്നവരുണ്ട്, ഉമർ എന്നവരുമുണ്ട്. വഇദാ മഅഹും ജനാസതു റജുലിൻ മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിലെ ഒരു മനുഷ്യൻ, ഒരു സ്വഹാബി മയ്യിത്തായി കിടക്കുന്നുണ്ട് അവിടെ. ഒരു മയ്യിത്തുമുണ്ട് അവിടെ. അത് അബ്ദുല്ലാഹി ദുൽ ബജാദൈൻ. അത് വലിയൊരു ചരിത്രമുള്ള സ്വഹാബിയാണ്. തടവറയിൽ നിന്ന് 2 കരിമ്പടം പുതച്ച് ഓടി മക്കയിൽ നിന്ന് മദീനത്തേക്ക് അഭയം പ്രാപിച്ച ഒരു സ്വഹാബിയുണ്ട്, അബ്ദുല്ലാ. ചെറുപ്പക്കാരനാ. പുണ്യനബി തങ്ങളാണ് പേരിട്ടത്. നിങ്ങൾ ഇന്നു മുതൽ അബ്ദുല്ലാഹി ദുൽ ബജാദൈൻ, 2 കരിമ്പടത്തിൻ്റെ ആൾ അബ്ദുള്ളയാണ് എന്ന് നബി തങ്ങൾ പേരിട്ട് വിളിച്ച ആ ഒരു സ്വഹാബിയാണ് അവിടെ ജനാസയായി കിടക്കുന്നത്, മയ്യിത്തായി കിടക്കുന്നത്. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സുദ്ദീഖ് എന്നവരും ഉമർ എന്നവരും മറ്റ് സ്വഹാബിമാരൊക്കെ ദൂരെയാണ്. അവര് അവിടെ ഖബർ കുഴിച്ചു ആ സ്വഹാബിയെ മറവ് ചെയ്യുകയാണ്. ആ ഖബറിലേക്ക് മഹാനായ അബ്ദുല്ലാഹി ദുൽ ബജാദൈൻ എന്ന സ്വഹാബിയെ നബി തങ്ങൾ ഇറക്കി വെക്കുമ്പോൾ ഫനസല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഖബരി, അവരുടെ ഖബറിലേക്ക് നബി തങ്ങൾ ഇറങ്ങിച്ചെന്നു. വവസ്സദഹു ബിയദി, തങ്ങളുടെ കൈ കൊണ്ട് തലയിണയിൽ കിടത്തുന്ന പോലെ
ആ സ്വഹാബിയെ നബി തങ്ങൾ കൈകൊണ്ട് കിടത്തി. തുമ്മവാറാ, എന്നിട്ട് ആ ഖബർ മൂടി, മണ്ണിട്ടു. വഅഹാല അലൈഹി തുറാബ്, മണ്ണിട്ട് ഖബർ മൂടി വെച്ചു. എന്നിട്ട് പറഞ്ഞു, നബി തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇന്നി അംസൈതു റാദിയൻ അൻഹു, അല്ലാഹുവേ ഈ കിടക്കുന്ന അബ്ദുല്ലാഹി ദുൽ ബജാദൈൻ എനിക്കിഷ്ടമായിരുന്ന സ്വഹാബിയാണ് റബ്ബേ, ഫർള അൻഹു, ആ സ്വഹാബിയെ നീയും ഇഷ്ടപ്പെടണമേ. ഒരു ദുആ. ഈ ദുആ കേട്ടപ്പോൾ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓടിക്കതച്ച് ചെന്നതാണ്. മഹാനവറുകൾ പറയാൻ, യാ ലൈതനി കുൻതു സാഹിബൽ ഹിഫ്റ, ഈ ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന ആൾ ആ അബ്ദുല്ലാഹി ദിൽ ബജാദൈനിന് പകരം അബ്ദുല്ലാഹിബ്നു മസ്ഊദ് എന്ന ഞാനായിരുന്നെങ്കിൽ എന്ന് കൊതിച്ചുപോയി. എന്തേ? പുണ്യനബിയുടെ പ്രാർത്ഥന അങ്ങനത്തെ ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുവേ ഈ സ്വഹാബിയെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു റബ്ബേ, നീയും തൃപ്തിപ്പെടണമേ. ജീവിതത്തിൻ്റെ സൗഭാഗ്യമല്ലേ അത്? സ്വർഗത്തിലേക്ക് പോകുമെന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമല്ലയോ അത്? അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കൊതിച്ചുപോയി എന്നാണ്. ഞാനാണ് ആ ജനാസയെങ്കിൽ, ഞാനായിരുന്നു ആ മയ്യിത്തെങ്കിൽ ആഗ്രഹിച്ചു പോകും. നല്ല മരണങ്ങൾ കാണുമ്പോൾ മുഅ്മിനീങ്ങൾ ആഗ്രഹിക്കണം, പടച്ചവനെ അങ്ങനത്തെ ഒരു മരണം എനിക്കും കിട്ടിയിരുന്നെങ്കിൽ, അങ്ങനെ ഒന്ന് പുഞ്ചിരിച്ച് മരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ഇത് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഭവമാണ്. വല്ലാഹി മാ ഉബാലി വഖഅതു അൽ മൗത്ത് വഖഅത അലയ്യൽ മൗത്ത് ഔ വഖഅ അലയ്യൽ മൗത്ത് വഖഅതു അലൽ മൗത്തി ഔ വഖഅ അലയ്യൽ മൗത്ത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കാണത്. എനിക്ക് ഒരു പ്രശ്നവുമില്ല, മരണം എൻ്റെ മേൽ വന്ന് വീഴുകയോ ഞാൻ മരണത്തിലേക്ക് വീഴുകയോ ചെയ്താലോ എനിക്ക് രണ്ടും പ്രശ്നമല്ല. എങ്ങനെയുമാകാം, മരണം എൻ്റെ മീതെ വന്ന് വീഴുകയോ ഞാൻ മരണത്തിലേക്ക് ചെന്ന് വീഴുകയോ രണ്ടും എനിക്ക് പ്രശ്നമല്ല. ഞാൻ പറയുന്നത് വെറുതെ പേടിക്കരുത് എന്ന് പറയാനാണ്. വെറുതെ ഒരു പേടിയുണ്ടല്ലോ, മരണം എന്ന് പറഞ്ഞ് പേടിച്ചിട്ട് അങ്ങനെ പുസ്തകന്മാരൊക്കെ പേടിപ്പിച്ച് വേളം പറയാറുണ്ട്. മരണം എന്ന് പറഞ്ഞ് പേടിപ്പിക്കേണ്ട പാട് അതിൻ്റെ കാര്യമില്ല. മരണത്തിന് ഒരുങ്ങണം എന്ന് പറഞ്ഞ് പേടിപ്പിക്കണം. മരിക്കലോ ഉറപ്പന്നല്ലേ, ഇനി പേടിച്ചാലും ഇല്ലെങ്കിലും മരിക്കൂലേ. മരണം എന്നത് പേടിക്കേണ്ട പ്രതിഭാസമല്ല, മരണത്തിന് ശേഷം എന്ത് എന്നോർത്തുകൊണ്ട് പേടിക്കണം. അത് പേടിക്കേണ്ട സംഗതിയാണ്. ചില പറയും എക്സാമിന് പേടിയേയില്ല, ഒരുങ്ങിയിട്ടില്ല, ഒരു പണി എടുത്തിട്ടില്ല, പോയി ഫെയിലായി പോരുന്നു. എന്ത് കാര്യം? എക്സാം പേടിച്ചിട്ട് വിറച്ചിട്ടെന്ന് എക്സാമിന് പോകാൻ പറ്റാണ്ടായിപ്പോ. അങ്ങനെ ആവരുത്. എക്സാമിന് ഒരുങ്ങണം. യു ഹാവ് ടു സിറ്റ് ത്രൂ. എക്സാം എഴുതണം, എന്നിട്ട് പാസ്സാവണം. അല്ലാണ്ട് എക്സാം പേടിച്ചിട്ട് പരീക്ഷയ്ക്ക് തന്നെ പോകാണ്ടിരിക്കുക വല്ല കാര്യമുണ്ടോ? എന്നതുപോലെ മരണം എന്നതൊരു ജീവിതത്തിൻ്റെ തുടക്കമാണ്. ഖബറിലെ ലോകം എന്താണ് ഇത് നമ്മൾ ചർച്ച ചെയ്യാൻ സമയമില്ല, നിങ്ങൾ ഒരുപാട് കേട്ടവരും അറിഞ്ഞവരുമാണ്. പക്ഷേ ജീവിതം അർത്ഥവത്താകുന്നത് ആ ഒരു നിമിഷം നമ്മൾ മരിക്കണമെങ്കിൽ ഒരു മനുഷ്യൻ മരിക്കണം എന്നാണ്. അപ്പോഴേ അതറിയാൻ പറ്റൂ. അള്ളാഹുവെ ഞങ്ങൾക്ക് നീ സജ്ജനങ്ങൾക്ക് നൽകുന്ന മരണം നൽകണേ തമ്പുരാനെ. അള്ളാഹു നമുക്ക് സജ്ജനങ്ങളുടെ മരണം നൽകട്ടെ. പുണ്യനബി തങ്ങൾ പറഞ്ഞ പോലെ അതിനു വേണ്ടി ഒരുങ്ങുകയും എപ്പോഴും അള്ളാഹുവിൻ്റെ ആ ഒരു തിരുസന്നിധാനത്തേക്കുള്ള യാത്രക്ക് വേണ്ടി മനസ്സുകൊണ്ട് കൊതിക്കുകയും ചെയ്യുന്നവർ. പുണ്യനബി പറഞ്ഞു, അല്ലാഹു തആലയുടെ ഒരു ഖുദ്സിയായ ഹദീസ്, എന്നെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരെ എനിക്ക് കാണാൻ ഇഷ്ടമാണ്, എന്നെ കാണണമെന്ന് കൊതിക്കാത്തവർക്ക് ഇഷ്ടമില്ലാത്തവരെ എനിക്കും കാണാൻ ഇഷ്ടമില്ല എന്ന് അല്ലാഹു ജല്ല ജലാലു. എങ്ങനെ? അള്ളാഹുവിനെ കാണണമെന്ന് കൊതിയുള്ളവരെ അള്ളാഹ്ക്ക് കാണാൻ ഇഷ്ടമാണ്. മരിക്കാൻ വേണ്ടി ദ്വാരക്കണ്ട, മരിക്കുമ്പോൾ ഈമാൻ കിട്ടാൻ വേണ്ടി ദ്വാരക്കണം. അങ്ങനെ മരിപ്പിക്കണേന്ന് ഓർക്കണ്ട. ആയുസ്സുണ്ടാകുന്നത് ഖൈറാണ്. ഖൈറുക്കും മൻ ത്വാല ഉംറുഹു വസലുഹ അമലു. ദ ബെസ്റ്റ് ഓഫ് യു ആർ ദോസ് ഹു ഹാവ് ലോങ് ലൈഫ് ആൻഡ് ദേ ഹാവ് ഗുഡ് ഡീഡ്സ്. നന്മകൾ ഒരുപാട് ആയുസ്സുമുള്ള ആളുകൾ അവർ നിങ്ങളിൽ നല്ലവരാണ്. അത് നല്ലൊരു ക്വാളിറ്റിയാണ്. കുറച്ച് ആയുസ്സുണ്ടായി ഒരുപാട് നന്മയും ചെയ്യാൻ കഴിഞ്ഞുവെന്ന് അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അങ്ങനത്തെ ആയുസ് റബ്ബിനോട് ചോദിക്കുക. പക്ഷേ മരണമാസന്നമാകുമ്പോൾ അത് ഈമാനിൻ്റെ അകമ്പടിയോടുകൂടെയുള്ള ഒരു യാത്രയായിരിക്കണം. ആ യാത്രയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ആ യാത്രയ്ക്ക് വേണ്ടി ഒരുക്കങ്ങൾ ഇപ്പോഴേ തുടങ്ങുക. കുറച്ചു കാലം കഴിഞ്ഞൊരു ഉംറ ചെയ്യും, ഒരു ഹജ്ജ് ചെയ്യും, അന്നു മുതൽ ഞാനങ്ങ് നന്നാവും എന്നൊന്നും കാത്തിരിക്കരുത്. ഈ നിമിഷം തൗബയുടെ നേരമാണ്. പ്രൊക്കാസ്റ്റിനേഷൻ വളരെ ഡേഞ്ചറാണ്. അള്ളാഹു നമുക്ക് ഈ നിമിഷം തന്നെ പുറത്തു തരട്ടെ. അള്ളാഹു നമ്മളോട് തൃപ്തിപ്പെടട്ടെ. അള്ളാഹു നമുക്ക് മാപ്പ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഈ രാത്രിയിൽ നമ്മൾ ചെലവഴിക്കുന്നത് നമ്മുടെ ചിന്തകൾ. പുണ്യനബി തങ്ങൾ മദീനയിൽ വുദൂവെടുത്ത് ആകാശത്തേക്ക് നോക്കി സൂറത്ത് ആല ഇമ്രാനിൻ്റെ അവസാനത്തെ 10 ആയത്തുകൾ ഓതിവെച്ചത് നമ്മളൊന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അതടക്കം ചിന്തകൾ
നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യവർദ്ധനവിനാവശ്യമായ വിധം നമ്മുടെ വിദ്യാർത്ഥികൾ സയൻസും മാത്സും കൊമേഴ്സും ഫിസിക്സും കെമിസ്ട്രിയും കമ്പ്യൂട്ടർ സയൻസും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടക്കം പഠിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റുകളടക്കം ഇതൊക്കെ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പുമായി തുലനം ചെയ്യാനും അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ അഡ്മയർ ചെയ്യാനുമുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള മനസ്സാന്നിധ്യം നമ്മുടെ വിദ്യാർത്ഥിനികൾക്കുണ്ടാകണം. ക്യാമ്പസുകൾ എന്ന് പറയുന്നത് വെറുതെ ഒരു എൻ്റർടൈൻമെൻറ്റ് സോണുകളല്ല. ക്യാമ്പസുകൾ ഏറ്റവും വലിയ ഹ്യൂമൻ ബ്രെയിൻ എക്സസൈസ് നടക്കേണ്ട സ്ഥലമാണ്. ചിന്തകളിലൂടെ ഈ ഭൂമിയെ സസ്റ്റൈനബിളായി കൊണ്ടു നടക്കാൻ കഴിയുന്ന വിധം സസ്റ്റൈനബിൾ എനർജിയെക്കുറിച്ചുള്ള ഇന്നൊവേറ്റീവ് ഐഡിയാസുകൾ രൂപപ്പെടേണ്ടത് നമ്മുടെ ക്യാമ്പസുകളിൽ നിന്നാണ്. അവിടം ലഹരിയുടെയും പ്രേമത്തിൻ്റെയും ചുരുളുകൾ അഴിയുന്ന ഒരിടമായി മാറാതെ ബൗദ്ധികമായ കോൺട്രിബ്യൂഷൻസ്, ബുദ്ധിപരമായ സംഭാവനകൾ നമ്മുടെ നാടിന്, നമ്മുടെ സമൂഹത്തിന്, ഇന്ത്യക്ക്, ലോകത്തിന് കൈമാറാൻ കഴിയുന്ന നമ്മുടെ വരും തലമുറയിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ വകയുണ്ടാകണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.